മുജാഹിദ് കുടുംബത്തിൽ പിറന്ന ബഷീർ മാസ്റ്റർക്ക് കള്ളുചെത്തിന്റെ രസതന്ത്രത്തെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. മദ്യപന്റെ അരുകുപറ്റി ആശ്രിതനായി കഴിയാൻ ഇഷ്ടപ്പെടുന്നത് ഉമർ മൗലവിയുടെ പുത്രൻ തന്നെയാവുമ്പോഴേ കഥ പൂർത്തിയാവുന്നുള്ളൂ. ഇപ്പോ എൻ്റെ അഭിപ്രായത്തിൽ ഒരു തെങ്ങിന് ഒരു ദിവസം 15 ലിറ്റർ കള്ളെങ്കിലും കിട്ടണം. സാധാരണ ഇവിടെ 3-2 ലിറ്ററൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ തെങ്ങുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു കൊല്ലമായിട്ടുള്ളൂ ഞാനിത് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ടും 5 ലിറ്ററിൻ്റെ അടുത്ത് കള്ള് കിട്ടാൻ തുടങ്ങി. അല്ല, ഇതിൻ്റെ താഴെ 2-3 തെങ്ങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 3 തെങ്ങിന് 10 ലിറ്ററിൻ്റെ മേലെ ഇപ്പോൾ കള്ള് കിട്ടാൻ തുടങ്ങി. അത് ശരിക്കും എന്താ ചെയ്യുന്നത്? അത് ഈ കള്ള് ഷാപ്പിലൊക്കെ അവർക്ക് നമ്മളെ അഭിപ്രായത്തിൽ ഒരു തെങ്ങിന് 15 ലിറ്റർ കള്ള് കിട്ടും. 15 ലിറ്റർ കള്ള് എന്ന് പറഞ്ഞാൽ പണ്ട് വെള്ളക്കാരൻ്റെ കാലത്ത് പോലും ചെത്തുന്ന കള്ളിൻ്റെ പകുതി ഉടമസ്ഥനുള്ളായിരുന്നു. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ നമ്മളൊരു സുഹൃത്ത് ചെത്തുകാരൻ പറഞ്ഞു, അവിടെ ഇതിൻ്റെ മേലെ വെള്ളപ്പാടത്ത് ഒരു തെങ്ങിന് 35 ലിറ്റർ കള്ള് ഇറക്കിയിരുന്നു. 35 ലിറ്റർ കള്ള് 30 രൂപ വെച്ചിട്ട് എത്ര രൂപയായി? 1050 റുപ്യ ഒറ്റ തെങ്ങിന്ന് കിട്ടുന്നു. പിന്നെ അങ്ങനത്തെ ഒരവസ്ഥയിൽ ഈ കള്ളിനൊക്കെ യഥാർത്ഥത്തിൽ വളരെ വികൃതമായിട്ടാണ് ഈ വെടക്കാക്കി തനിക്കാക്കുകയാണ് ഈ അബ്കാരികൾ ചെയ്തിട്ടുള്ളത്. ലോകത്തിലെ ദൈവം മനുഷ്യനാക്കി ഉണ്ടാക്കിയ ഏറ്റവും നല്ല വസ്തു, മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ ഏറ്റവും നല്ല പ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടാക്കുന്നത് മനുഷ്യൻ്റെ മുലപ്പാലാണ്. ഈ മുലപ്പാലിനോട് ഏറ്റവും കൂടുതൽ കിടപിടിക്കുന്ന, താരതമ്യം ചെയ്യാൻ വേറെ വസ്തുക്കളൊന്നുമില്ല, എന്തെങ്കിൽ അത് തെങ്ങിൻ്റെ കള്ളിന് മാത്രമേ ഉള്ളൂ. ലോറിക് ആസിഡ് പോലുള്ള അത്യപൂർവങ്ങളായ പല പ്രോട്ടീനുകളും ഈ തെങ്ങിൻ്റെ കള്ളിലുണ്ട്. കുട്ടികൾക്ക് വരെ നല്ല ഭക്ഷണമാണ്. ലോകം മുഴുക്കുള്ള ഏത് സ്ഥലത്തും ഈ സാധനം ഇങ്ങനെയുള്ള വളരെ ഉപകാരപ്രദമായ എത്രയോ സാധനങ്ങളാക്കി എന്തിനാ വീട്ടുകാർക്ക് തന്നെ കുടിക്കുക? പൂർണ്ണമായ ഭക്ഷണമാണ്. ധാർമ്മികതയുടെ പ്രഭാഷണ ഗിരിശൃംഗം തീർക്കുന്ന വഹാബി പുരോഹിതന്റെ കുടുംബം തെങ്ങ് കള്ള് ചെത്താൻ അനുവദിച്ചെന്ന് പുത്രൻ പറയുന്നു. അതിൽ ഒരു തെങ്ങിൽ നിന്നുള്ള കള്ള് ഞങ്ങളുടെ കുടുംബത്തിനായിരുന്നുവെന്ന് ബഷീർ മാസ്റ്റർ പറയുന്നു. നവോത്ഥാനത്തിന്റെ നാഡീമിടിപ്പറിയാൻ ഇനി അന്വേഷണങ്ങൾ അധികം വേണ്ടിവരുന്നില്ല. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ എൻ്റെയൊക്കെ ഉമ്മ പറയാറുണ്ട്, അവരൊക്കെ അപ്പോൾ ഒരു ദിവസം ഇയാൾക്കാണ് 2 തെങ്ങ് വെച്ചിട്ട് ഒരു തെങ്ങ് മറ്റേ ആൾക്കാണ്, ഒരു തെങ്ങ് ഇവർക്കാവും. എങ്ങനെ വീട്ടില് നമ്മളൊക്കെ വീട്ടിൽ ചെത്തിയിരുന്നു. ചെത്തുകൾക്ക് മറ്റേ തെങ്ങ് വീട്ടുകാർ പഴയകാലം മുതൽ ഇത് ഉപയോഗിച്ചിരുന്നു. മാഷെ കുടുംബം ഇതുമായിട്ട് ബന്ധമുണ്ട്, കണക്ഷൻ ഉണ്ട്. അപ്പൊ അത് ശരിക്കും അനുഭവപാഠം. അതെ, അത് എല്ലായിടത്തും അങ്ങനെ തന്നെ. മലബാറിൽ മുഴുവൻ ബ്രിട്ടീഷ് രാജായിരുന്നില്ല, ബ്രിട്ടീഷുകാരുടെ രാജ്യമായിരുന്നല്ലോ മലബാർ. നേരെ മറിച്ച് മറ്റിടത്ത് നമുക്ക് റെസ്ട്രിക്ഷൻ ആണ്. ഇവിടെ ഇങ്ങനെയായിരുന്നു. അപ്പോൾ അത് പകുതി പേർക്ക് ഇപ്പം ആകെ എന്താ കൊടുക്കുന്നത് വെച്ചാൽ കേര കർഷകന് 100 രൂപ കൊടുക്കും ചെത്തുകാരൻ ഒരു മാസത്തിൽ. ഇത്രയും തുക ഉണ്ടായിട്ട്, അതായത് ഒരു ദിവസം 5 ലിറ്റർ ആണെങ്കിൽ 30 ദിവസം കൊണ്ട് 150 ലിറ്റർ കള്ള്.